ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഇത് ശരിയല്ല. പൗരത്വ ഭേദഗതി നിയമം മൂലം ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. തലമുറകളായി ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കും പൗരത്വം നഷ്ടമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യ പോലൊരു മത നിരപേക്ഷ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുക, അതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, എത്ര വർഷം ഇന്ത്യയിൽ കഴിഞ്ഞയാളാണെങ്കിലും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം. 3 രാജ്യങ്ങളിൽ നിന്നുള്ള 6 സമുദായക്കാർക്ക് മാത്രമാണ് പൗരത്വം നൽകുന്നത്. ഈ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. ദേശീയ തലത്തിലൊരു നിലപാട് പറയാൻ എന്താണ് പ്രശ്നം? ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. ഈ വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്. കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ തീയാണ്. എന്ത് സംഭവിക്കും നാളെ ഈ നിയമത്തിന്റെ ഭാഗമായി എന്നാലോചിച്ച് വല്ലാത്ത ആദിയിലും വേദനയിലും കഴിയുന്ന ജനകോടികൾ.